ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് ഓഫ് വീഡിയോ ആണിത്. ഇതിൽ നമ്മൾ ശ്രീനഗർ എത്തിക്കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. സോ ഈ വീഡിയോസിൽ കാണുന്നത് പോലെ തന്നെ ശ്രീനഗർ എത്തിക്കഴിഞ്ഞപ്പം ഒരു എൻറ്റയർ സറൗണ്ടിങ് എൻവയൺമെൻ്റ് എല്ലാം മാറി. നമ്മൾ ഈ മൂവീസിലൊക്കെ എസ്പെഷ്യലി എനിക്ക് ഈ ജബ് വി മെറ്റ് ആ മൂവിയിലൊക്കെ ഉള്ള ഒരു സീനറി പോലെയൊക്കെയാണ് തോന്നിയത്. അവിടുത്തെ വീടായാലും മാർക്കറ്റും എല്ലാം ഗ്രീനറിയൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ വേണ്ടി. ഞാൻ ഇത്ര വീഡിയോസൊന്നുമല്ല, കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെങ്തി ആവണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതൊന്നും ഇതിലിടാഞ്ഞത്. എന്നുവെച്ചാൽ കശ്മീർ ആസ് എല്ലാവർക്കും അറിയുന്നത് പോലെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലാ ആംഗിളിലും നമുക്ക് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കാൻ തോന്നും. സോ കുറേ ഒരു 24 hours ജേർണിക്ക് ശേഷമാണ് നമ്മൾ ശ്രീനഗർ എത്തിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എപ്പോൾ എത്തും, തിരിച്ചെത്താൻ പറ്റുമോ, തിരിച്ച് പോകേണ്ടി വരുമോ അങ്ങനത്തെ എല്ലാം കൺഫ്യൂഷനിലായിരുന്നു. പക്ഷേ ഞങ്ങളാരും ഹോപ്പ് വിട്ടില്ല, എന്തെങ്കിലും ഒരു മുന്നിലേക്ക് ഒരു വഴി വരും എന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഡ്രൈവർ സെറ്റായി. നമ്മൾ ഫൈനലി വിചാരിച്ച പോലെ 8 hours എത്തും എന്ന് വിചാരിച്ചു. പക്ഷെ റോഡ് ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് ഫൈനലി ശ്രീനഗർ എത്തി. ആ പോകുന്ന റൂട്ടിലൊക്കെ വീടുകളുടെ കൺസ്ട്രക്ഷൻ, ആ ഒരു സ്റ്റൈൽ ഓഫ് അവരുടെ വീട്, പിന്നെ അഗ്രികൾച്ചർ, കുറേ മസ്റ്റേർഡ്, ആപ്പിൾസ്, ഇതിൻ്റെയൊക്കെ ആപ്പിൾ സീസൺ അല്ല, പക്ഷേ ആപ്പിളിൻ്റെ ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ മസ്റ്റേർഡ്സ്, നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് ഫുള്ള് മസ്റ്റേർഡിൻ്റെ ഫീൽഡ് കാണാൻ പറ്റും. ഒരു പ്രത്യേക ഭംഗിയാണ്. ഇൻ ക്യാമറ ഒട്ടും അത് ജസ്റ്റിസ് ചെയ്യുന്നില്ല നമ്മൾ ഇൻ റിയൽ കാണുന്നു. അങ്ങനെ ഫൈനലി വ്യൂ ഒക്കെ കണ്ട് നമ്മൾ നമ്മുടെ സ്റ്റേൻ്റെ അവിടെ എത്തി. ഈവനിങ് ഇച്ചിരി റെസ്റ്റൊക്കെ എടുത്ത് പിന്നെയാണ് ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഞങ്ങളുടെ സ്റ്റേ തൊട്ട് ദാൽ ലേക്കിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. നമുക്ക് ട്രിപ്കോ എന്ന് പറഞ്ഞ കമ്പനിയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തത്, സ്പോൺസർ ചെയ്തത്. സോ അവരാണ് സ്റ്റേ ഒക്കെ അതിൻ്റെ തൊട്ടടുത്താണ് അവർ നമുക്ക് അറേഞ്ച് ചെയ്തത്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. കാണുന്നില്ല ഗൈസ്, ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് നടക്കുക, ഒന്നും കാണുന്നില്ല. എന്നാലും സോ ഗൈസ്, നമ്മൾ ശ്രീനഗർ ദാൽ ലേക്കിൻ്റെ അടുത്തൂടെ മാർക്കറ്റിലൂടെ നടക്കുന്നു. ഞങ്ങൾ എത്തിയപ്പോൾ ഈവനിങ് ആയി. ലാൻഡ് സ്ലൈഡ് ഇഷ്യൂ ഒക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ എത്താൻ വേണ്ടി ലേറ്റായി. പിന്നെ വന്ന് ഫ്രഷൊക്കെ ആയി. ഇന്ന് ജസ്റ്റ് ഈ മാർക്കറ്റും എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. നല്ല കശ്മീരി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. അവിടെ കുറേ സ്ട്രീറ്റ് വെൻഡേഴ്സ് പിന്നെ ഫുൾ ദാൽ ലേക്ക് ചുറ്റും കറങ്ങി അടിച്ച് പൊളിക്കാം. ഇവിടെ ആക്ച്വലി തണുപ്പുണ്ട്, മഴയുണ്ടായിരുന്നു വരുമ്പോൾ. മമ്മി ഒരു പട്ടീനെ കണ്ട് പേടിച്ച്, അതാണ്. ഇത് ആക്ച്വലി നമ്മൾ കിയാം ചോക്കിലേക്കാണ് പോകുന്നത്. അവിടെ കുറേ വെൻഡേഴ്സും കുറേ ഫുഡ് സ്ട്രീറ്റ് പോലെയാണുള്ളത്. കുറേ കാര്യങ്ങൾ ഞാൻ നോക്കി വെച്ച് ലാസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ ആണ് പർച്ചേസ് ചെയ്തത്. ക്ലോത്ത്സും ഫുഡും എല്ലാം കുറേ അവിടെ അവൈലബിൾ ആണ്. मटन कबाब है, ये चिकन कबाब है, 200 का सर, मटन इसको पीसेस करके बना के दिया जाएगा. ओके, और ये 150 चिकन कीमा. ഗൈസ്, നമ്മൾ മട്ടൻ കബാബ്, ചിക്കൻ കബാബ് നമ്മളെല്ലാവരും തിന്നാൻ പോകുന്നു. നമ്മള് എല്ലാവരും ഇതെടുക്കൂ. നമ്മളിപ്പോൾ ചിക്കൻ കഴിച്ചു, അപാര ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞങ്ങൾ ചിക്കൻ കഴിക്കാൻ പോകും. എന്നിട്ട് തിരിച്ച് പോകുന്നു. ഓക്കെ, മട്ടൺ കഴിച്ചു, ചിക്കൻ കഴിച്ചു. ഇതിന് ചിക്കൻ ചിക്കനും
ഒരു വേറെ ഫ്ലേവർ അല്ലേ, ഒരു അച്ചാറി കഴിഞ്ഞു. പക്ഷെ മട്ടൺ ഹെവൻലി ആയിരുന്നു. Amazing. Guys, this is mutton paya, rumali roti. Guys, നമ്മളത് തിന്നാൻ പോവാ. Guys, ടേസ്റ്റ് ഉണ്ടോ? കാല് ഞാൻ കഴിക്കുന്നില്ല, ഞാൻ ഗ്രേവി കഴിക്കാം. ഇവിടെ പായയുടെ കാലിന് വേണ്ടിട്ട് അടി അങ്ങനെ ആൽബിൻ ജയിച്ചിരിക്കുന്നു. ഗൈസ് നമ്മൾ അങ്ങനെ ഒന്നുകൂടെ ഓർഡർ ചെയ്തു. ഗൈസ് എല്ലാം ഭയങ്കര ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങളൊരു ഡെസേർട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുന്നത് ലൈക്ക് സ്വീറ്റ്സിൻ്റെ ഷോപ്പിലായിരുന്നു. അവിടെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ നമ്മളെല്ലാം ടേസ്റ്റ് ചെയ്തു. അടിപൊളി ടേസ്റ്റായിരുന്നു. ഇതാ നീ ഇപ്പോൾ കഴിച്ചത് എന്നാ പിടിക്ക. എങ്ങനെയുണ്ട്? നല്ല ചൂട് ഗുലാബ് ജാമുൻ ഇങ്ങനെ ഇരിക്കും. ബാക്കിലെന്താ ഗൈസ്, നമ്മൾ കശ്മീരിൽ തണുത്ത് വിറച്ച് തണുത്ത ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതൊരു ബക്കറ്റ് ലിസ്റ്റിലെ ഒരു ഇതാണ്. ഇവിടെ ഓൾറെഡി തണുപ്പായതുകൊണ്ടാണോ അറിയില്ല, ഐസ്ക്രീം മറ്റേ ഐസ് കഴിക്കുന്ന പോലെ ഉണ്ട്. ഓക്കെ ബൈ. ഐസ്ക്രീമൊക്കെ കഴിച്ച് നേരെ കശ്മീരി കുറേ ഡ്രസ്സസ്, സൽവാർ, ഷോളൊക്കെ ഉള്ള ഒരു ഷോപ്പിൽ പോയി. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളിനോടാണ് ഞാൻ സംസാരിക്കുന്നത്, ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ആക്ച്വലി ചീപ്പ് റേറ്റിന് ഷോളും സൽവാറൊക്കെ ഹസ്രത് പാൽ മോസ്കിൻ്റെ അടുത്ത് നിന്ന് കിട്ടും. ഹ്യൂജാണ്, ഹ്യൂജ്. चिकन का है ये क्या है? ये हैदराबादी, ये थोड़ा मसाला होता है. മസാല. അവിടുന്ന് കുറേ ഐറ്റംസ് പർച്ചേസ് ചെയ്തതൊക്കെ ഞാൻ ഒരുമിച്ചൊരു വ്ളോഗായിട്ട് ഇടാം. ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ഒരു ഷോപ്പ് ഓൺലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു, ലൈക്ക് വാൾനട്ട് കോഫി, അതുകൂടാതെ ബെൽജിയം ചോക്ലേറ്റ് ഡ്രിങ്കിൻ്റെ ഒരു ഷോപ്പ്. അപ്പോൾ അത് തപ്പി ഇറങ്ങിയതാണ്. ഫൈനലി നമ്മൾ കുറച്ചൊന്ന് കറങ്ങിയിട്ട് ആ ഷോപ്പ് കണ്ടുപിടിച്ച് അവിടുന്ന് ഒരു ഡ്രിങ്ക്സൊക്കെ കുടിച്ച് നേരെ പോയി റെസ്റ്റ് എടുത്തു. ഓക്കെ, ഇത് ബെൽജിയം ചോക്ലേറ്റ് ആൻഡ് ഹേസൽനട്ട്. Stay tuned for the next part, and ellarum do like, share and subscribe to my channel. Love you guys. Good night.